ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു മാംഗോ ഡിലൈറ്റ് കേക്ക് ഉണ്ടാക്കാം. ആക്ച്വലി എന്നോട് ഇയാൾ പറഞ്ഞ മാംഗോ കേക്കാണ് കേട്ടോ. അപ്പം ഞാൻ മാംഗോ ഡിലൈറ്റ് തന്നെ ഉണ്ടാക്കാൻ കാരണം ഇയാൾ എന്നെ ഒന്ന് ഡിലൈറ്റ് ആക്കിയ ആളായതുകൊണ്ടാണ്. അടുത്ത കാലത്തൊന്നും ഞാൻ ആളെ മറക്കൂല. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹാഫ് കെ ജി കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ഹാഫ് കെ ജി കേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പിന്നെ കുറച്ച് അധികം ഒരു 2 ടേബിൾ സ്പൂൺ അധികം ഫ്ലോർ എടുത്തിട്ടുണ്ട്. നമ്മളൊരു വനില സ്പഞ്ചാണ് ചെയ്യുന്നത്. ചിലർ ചെയ്യുമ്പോൾ ഈ സമയത്ത് മാംഗോൻ്റെ എസെൻസ് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ മാക്സിമം അങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കിയിട്ട് ചെയ്യാനാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ വാനില എസെൻസ് മാത്രമേ വെക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ മാക്സിമം മാംഗോൻ്റെ ഫ്രഷ് മാംഗോ വെച്ചിട്ട് തന്നെ മാംഗോൻ്റെ ഫ്ലേവർ വരുത്താനാണ് ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ ഞാൻ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോൻ്റെ ക്രഷ് മാംഗോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫില്ലിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ എൻ്റെ 2 സ്പഞ്ച് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് പാത്രത്തിനൊക്കെ ഓവർഫ്ലോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കതിലേക്കുള്ള ക്രീം അടിച്ചെടുക്കണം. ഞാൻ പ്രിസ്റ്റിൻ്റെ ക്രീമാണ് എടുക്കുന്നത്. കുറേ ദിവസമായിട്ട് ഞാൻ ക്യാമറയായിരുന്നു വാങ്ങിക്കൽ. ഹസ്ബൻഡിനെ പറഞ്ഞപ്പോൾ ഇപ്രാവശ്യം പ്രിസ്റ്റിനാണ് കിട്ടിയത്. പ്രിസ്റ്റിനും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്യാമറയായിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ ഫേവറേറ്റ് ക്രീം. അപ്പോൾ ക്രീം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മാംഗോൻ്റെ ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ ഈ ഓർഡർ ചെയ്തെത്താനെ കുറിച്ച് പറയാം കേട്ടോ. അപ്പോൾ അവർ 2 ദിവസം മുന്നേ കേക്ക് ഓർഡർ ചെയ്തപ്പോൾ കറണ്ട് ഇല്ലാണ്ട് ഞാൻ ആകെ പെട്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണ അങ്ങനെ ആവാണ്ടിരിക്കാൻ കറണ്ടിൻ്റെ കാര്യമല്ലേ, ആദ്യം തന്നെ ഞാൻ ക്രീമും സ്പഞ്ചും ഒക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് അതിലേക്കുള്ള മാംഗോ ഫില്ലിങ്ങിന് വേണ്ടി ഞാനൊരു 2-3 മാങ്ങ എടുത്തിട്ട് കട്ട് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ബാക്കി എന്തായാലും വരും 1/2 കിലോ കേക്കിൽ നമ്മൾ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് വേനൽക്കാലം വരെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് കുരു ഒഴിവാക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുരു വീണ് കേട്ടോ. ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തൊരു നുള്ളു ഉപ്പാണ് കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. നമുക്കത് ചൂടോടെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഈ മാംഗോ ക്രഷ് ഒഴിച്ചു കൊടുക്കുക. അതവിടെ കിടന്ന് നന്നായിട്ട് മെൽറ്റായി വരും. ഞാൻ യൂസ് ചെയ്യുന്നത് ചോക്കോവിലിൻ്റെ വൈറ്റ് കോമ്പൗണ്ടാണ്. അപ്പോൾ കുറച്ച് സമയം അത് മൂടി വെച്ചപ്പോൾ ചോക്ലേറ്റൊക്കെ അതിലേക്ക് മെൽറ്റായി. അതുപോലെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ക്രഷ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഞാൻ എല്ലാ സീസണിലും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ സീസണിൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അതും ചെയ്ത് വെച്ചു. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കേക്ക് പറ്റാൻ ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കുകയാണ്. അപ്പോൾ മാംഗോ സീസൺ അല്ലേ, ഇതുപോലെ മാംഗോൻ്റെ ക്രഷ് എല്ലാവരും ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഭാവിയിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി, കുറേ കാലം നിൽക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രഷിൽ നിന്ന് കുറച്ച് ക്രഷ് എടുത്തിട്ട് നമ്മുടെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഷുഗർ സിറപ്പിലേക്കും മാംഗോൻ്റെ ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മാംഗോൻ്റെ ഫ്ലേവർ സ്പഞ്ചിലും ക്രീമിലും ഫില്ലിങ്ങിലും ഒക്കെ നമ്മൾ മാക്സിമം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫില്ലിങ്ങിൽ അതുപോലെ നമ്മൾ മാംഗോ ക്രഷിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് മാംഗോ പീസസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാംഗോൻ്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യും. അങ്ങനെ ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. കൂടെ ഈ ഒരു മാംഗോ ക്രഷും ഫ്രീസറിൽ വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഇനി അത് ഫൈനൽ കോട്ട് ചെയ്യുകയാണ്. ഫൈനൽ കോട്ട് ചെയ്യുന്നത് വൈറ്റ് ക്രീം വെച്ചിട്ടാണ്. അതിന് മുകളിൽ ഞാൻ നേരത്തെ നമ്മൾ ചോക്ലേറ്റ് ഇട്ടിട്ട് ഈ ക്രഷ് ആക്കില്ല, അത് ബാക്കി വന്നിട്ടുള്ളതാണ് മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് ചെറിയൊരു ഡിസൈനും കൊടുക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് വന്ന വഴിയെന്ന് വെച്ചാൽ നമ്മൾ എന്നെ ഫസ്റ്റായിട്ട് കോൺടാക്ട് ചെയ്തത് കളേഴ്സ് ഡേക്ക് ആളൊരു LKG UKG ടീച്ചറാണ്. അപ്പോൾ കുട്ടികൾക്ക് കളേഴ്സ് ഡേക്ക് ബ്ലൂ ആൻഡ് റെഡ് തീമിൽ കേക്കിന് വേണ്ടിയിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അന്ന് കറണ്ട് ഇല്ലാണ്ടായി. പിറ്റേന്ന് രാവിലെ ഞാൻ വേറെ ഒരാളെ ഏൽപ്പിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, കറണ്ട് വരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ രാവിലെ ഏർലി മോർണിംഗ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടൊക്കെയാണ് കേക്ക് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ കുറവുകൊണ്ടും പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് സെറ്റ് ആവാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടും കേക്ക് ആകെ കൊളാക്കിയിട്ടായിരുന്നു കൈ കൊടുത്തിരുന്നത്. എനിക്ക് നല്ല വിഷമമായിച്ചാൽ നല്ല വിഷമമായിരുന്നു ആ ഒരു പൈസ വാങ്ങിക്കാൻ. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. ആദ്യത്തെ നന്നായിട്ട് മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ വിളിച്ചിട്ട് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാണാനൊരു ഇതായില്ല എന്നേ ഉള്ളൂ, പ്രശ്നമില്ല, ടെൻഷൻ ആവേണ്ട എന്നൊക്കെ പറഞ്ഞു. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിച്ചാൽ ഭയങ്കര സന്തോഷമായി. എന്നെ അങ്ങോട്ടേക്ക് വിളിച്ച് സമാധാനിപ്പിച്ചപ്പോൾ എനിക്ക് ആളോട് തന്നെ ഒരു അഡ്മിറേഷനായി. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഓർഡറും കൂടെ വരുന്നത്. അപ്പോൾ ഏതായാലും ആ ഇത്താക്ക് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.